കണ്ടില്ലേ നമ്മളെ ഫലസ്തീനിലെ പാവപ്പെട്ട മക്കൾ? ഇതുപോലെ വിശ്വാസമുള്ള ഈമാനുള്ള ലോകം എവിടെയാണുള്ളത്? അധികാരവർഗമേ, മനുഷ്യാവകാശത്തിന് വേണ്ടി ശബ്ദിക്കുന്നവരെ, നിങ്ങൾ ആലോചിച്ചു നോക്കുക. കൊല്ലങ്ങളായി പിടയുകയാണ് ഫലസ്തീനിലെ പാവപ്പെട്ട മക്കൾ. ഓരോ ദിവസവും ആഹാരം കഴിക്കാതെ മരണപ്പെട്ടു വീഴുന്ന മനുഷ്യമക്കൾ, നമ്മളെപ്പോലെ രക്തമുള്ളവർ, നമ്മളെപ്പോലെ ജീവനുള്ളവർ, ജീവിതമുള്ളവരാണ്. ഓരോ സെക്കൻഡിനുള്ളിൽ ആകാശത്തുകൂടെ മൂളിപ്പറക്കുന്ന ബോംബ് വിമാനങ്ങളിൽ നിന്ന് കടന്നു വീഴുന്ന ബോംബിന്റെ കഷ്ണങ്ങളാൽ തെറിച്ചു പോകുന്ന മനുഷ്യ ജീവനുകൾ നിങ്ങൾ കണ്ടില്ലേ? പാപ്പയോട് പാപ്പയുടെ കയ്യിൽ നിൽക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങളാണ് നിമിഷ നേരങ്ങളുള്ളിൽ ചിതറി തെറിച്ചു പോകുന്നത്. വീടുകളില്ല, നടക്കാനുള്ള വഴികളില്ല, കഴിക്കാനുള്ള ആഹാരമില്ലാതെ ഫലസ്തീനിന്റെ മക്കൾ തേങ്ങിക്കരയുകയാണ്. ലോകമേ, ലോകമേ, ലജ്ജിച്ചു തല താഴ്ത്തിക്കൊള്ളുക. എല്ലാത്തിനും വേണ്ടി നമ്മൾ ശബ്ദിക്കും, എല്ലാവർക്കും വേണ്ടി നമ്മൾ വാദ പറയാറുണ്ട്, പ്രസംഗിക്കാറുണ്ട്. ലോകമേ, നിങ്ങൾ ഫലസ്തീനിലെ പാവപ്പെട്ട തെരുവീതികളില് അന്ധശ്വാസം വലിച്ചു കിടക്കുന്ന പാവപ്പെട്ട മക്കളുടെ കണ്ണുനീര് നിങ്ങൾ കാണുന്നില്ലയോ? ലോകമേ, നിങ്ങൾ കാണുന്നില്ലയോ? അവരുടെ ഈമാനാണ് ഞാനും നിങ്ങളും പഠിക്കേണ്ടത്. പാവപ്പെട്ട ഫലസ്തീനി മക്കള് ഇന്നേ വരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ണിന്റെ മുന്നിൽ സ്വന്തം പിതാവിനെ പോലും, സ്വന്തം പിതാവിന്റെ വെട്ടിയടിക്കപ്പെട്ടു പോയ മൃതദേഹങ്ങള്, സ്വന്തം മാതാവിന്റെ ശിരസിന്റെ കമന്തങ്ങള്, സ്വന്തം കൂടപ്പറപ്പിന്റെ ശരീരങ്ങള്, അറ്റുപോയ കൈകാലുകൾ ഇതിന്റെ മുന്നിൽ നിസ്സഹായതോടെ നിൽക്കുന്ന എത്രയോ കുടുംബ മക്കൾ. അങ്ങനെ ഭാര്യ നഷ്ടപ്പെട്ടു പോയവർ, ഭർത്താവ് നഷ്ടപ്പെട്ടു പോയവർ, ഉറ്റവർ നഷ്ടപ്പെട്ടു പോയവർ, കൈകാല് നഷ്ടപ്പെട്ടു പോയവർ, ശരീരങ്ങൾ പലതും നഷ്ടപ്പെട്ടു പോയവർ. ഇന്നേവർ അവരാരും അല്ലാഹുവിനെ തള്ളിപ്പറഞ്ഞിട്ടില്ലല്ലോ. അവരാരും ഒരാള് പോലും ആത്മഹത്യ ചെയ്തിട്ടില്ല. നമ്മൾ പഠിക്കണം. ഒരു വേദന വരുമ്പോ, ഒരു കടം വരുമ്പോ, ഒരു പ്രയാസം വരുമ്പോ കയറെടുത്ത് കെട്ടി തൂങ്ങി ചാകുന്നവരെ, വിഷമടിച്ച് ജീവിതം അവസാനിപ്പിക്കുന്നവരെ, സ്വന്തം കൂടെ പറപ്പിന്റെ മൃതദേഹം ചിതറിയരിഞ്ഞു കിടക്കുമ്പോ പോലും അവരുടെ മുന്നിലിരുന്ന് പൊട്ടിക്കരഞ്ഞിട്ട് അല്ലാഹുവേ ഇവർക്ക് ഷഹീദിന്റെ പ്രതിഫലം കൊടുക്കണേ തമ്പുരാനെ എന്ന് പറയുന്ന ഫലസ്തീനി മക്കളോ, എന്ന് പറയുന്ന ഗസയുടെ പൊന്നോമനകളുടെ ധൈര്യം ഈമാന്റെ അത്ര ഒരാൾക്കും എത്താൻ കഴിയില്ല സഹോദരാ.